നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് WH ക്വസ്റ്റ്യൻ വേർഡ്സ്. WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ മീനിങ്ങും പഠിക്കാം, അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. റെഡിയാണല്ലോ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ വേർഡ് ടീച്ചർ പറയാം. ഇതെന്താണെന്നറിയാമോ? ഈ WH വേർഡ് ഏതാണെന്നറിയാവോ? വാട്ട്. WHAT. വാട്ട്. WHAT. വാട്ട്. വാട്ട്. What is your name? What is your name? What. What എന്ന് പറഞ്ഞാൽ എന്ത്. എന്താണ് അർത്ഥം? എന്ത്. What എന്ന് പറഞ്ഞാൽ എന്ത്. What is your name? നിങ്ങളുടെ പേര് എന്താണ്? എന്ത്. What. What is this? ഇതെന്താണ്? What is that? അതെന്താണ്? What are these? ഇതെന്തൊക്കെയാണ്? അപ്പോൾ what. What. What എന്ന് പറഞ്ഞാൽ എന്ത്. ഇപ്പോൾ ഒരു തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം. പെന്നാകാം, ബുക്കാകാം, എന്തെങ്കിലും സ്റ്റോൺ ആകാം. ഒരു വസ്തുവിനെ കുറിച്ചുള്ളതാണ് വാട്ട് എന്ന ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു തിങ്, ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നതാണ് വാട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം. വെൻ. വെൻ. വെൻ എന്ന ചോദ്യം വരുന്നത് എപ്പോഴാണെന്നറിയാവോ? വെന്നിൻ്റെ അർത്ഥം അറിയാവോ? WHEN. വെൻ. വെൻ എന്നാൽ എപ്പോൾ. എപ്പോൾ. നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണ്? വെൻ ഈസ് യുവർ ബർത്ത്ഡേ? മനസ്സിലായോ? എപ്പോൾ. ടൈം. ടൈമിനെ കാണിക്കാനാണ് വെൻ. ടൈം കാണിക്കാനാണ് വെൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? വെൻ ഈസ് യുവർ എക്സാം? നിങ്ങളുടെ എക്സാം എപ്പോഴാണ്? എപ്പോൾ. ടൈം. നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണ്? നിങ്ങൾ എപ്പോഴാണ് പോവുക? എപ്പോൾ. എപ്പോൾ എന്ന് ചോദിക്കാൻ ടൈം. നമ്മൾ ടൈം പറയുമല്ലോ, നമ്മൾ പോകുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ എപ്പോഴാണ്, എക്സാം എപ്പോഴാണ്, അച്ഛൻ വരുന്നത് എപ്പോഴാണ്. എപ്പോൾ. എപ്പോൾ. ടൈം. ഒരു ടൈമിനെ കാണിക്കുവാനാണ് വെൻ. തിങ്ങിനെ കാണിക്കുവാൻ വാട്ട്. ഒരു വസ്തുവിനെ കാണിക്കുന്നതാണ് തിങ്. വാട്ട്. ടൈമിനെ സൂചിപ്പിക്കുന്നത് വെൻ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കാം. ഹൂ. WHO. ഹൂ. ഹൂവിൻ്റെ മീനിങ് ആര്. ആര്. ഹൂ ഈസ് ദിസ്? ഇതാരാണ്? ഹൂ. ആര്. പീപ്പിൾ. ഒരാളെക്കുറിച്ച് നമ്മൾ ചോദിക്കും അല്ലേ?
ഹു ഈസ് ക്രൈയിങ്? ആരാണ് കരയുന്നത്? ഹു ഈസ് ലാഫിങ്? ആരാണ് ചിരിക്കുന്നത്? അപ്പോൾ പീപ്പിളിനെ സൂചിപ്പിക്കുന്നതാണ് ഹൂ. പീപ്പിളിനെ സൂചിപ്പിക്കുന്നതാണ് ഹൂ. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഹൂ. ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നത് വാട്ട്. ടൈമിനെ സൂചിപ്പിക്കുന്നത് വെൻ. പീപ്പിൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നത് ഹൂ. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. WHERE where എന്ന് പറഞ്ഞാൽ എവിടെ. എവിടെ? നിങ്ങൾ എവിടെയാ പോകുന്നേ? അവർ എവിടെയാണ്? ബുക്ക് എവിടെയാണ്? വേർ ഈസ് യുവർ ബുക്ക്? വേർ ഈസ് യുവർ പെൻ? എവിടെ? ഒരു പ്ലേസ്. അപ്പോൾ നമ്മൾ പറയും ഇന്ന പ്ലേസിൽ, ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ എവിടെ ഒരു പ്ലേസിനെ സൂചിപ്പിക്കാനാണ്. അച്ഛൻ എവിടെയാണ്? അമ്മ എവിടെ പോയി? ഒരു പ്ലേസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ വേർ ഉപയോഗിക്കുന്നത്. വേറിൻ്റെ മീനിങ് എവിടെ. പ്ലേസിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ് വേർ. വേർ ഈസ് യുവർ ഹൗസ്? നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പോൾ നമ്മളൊരു പ്ലേസ് പറയൂ അല്ലേ. ഒരു പ്ലേസിനെ സൂചിപ്പിക്കുന്ന, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ് വേർ. വേർ എന്ന് പറഞ്ഞാൽ എവിടെ. വേർ എന്ന് പറഞ്ഞാൽ എവിടെ. ഡൗട്ട് ഇല്ലല്ലോ? ലാസ്റ്റ് വേർഡ് നോക്കാം. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. വൈ ആർ യു റണ്ണിങ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഓടുന്നത്? ബിക്കോസ് ഇറ്റ്സ് ടു ലേറ്റ്. കാരണം ഒത്തിരി വൈകിപ്പോയി, ഒത്തിരി താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ഒരു റീസൺ, ഒരു കാരണം ഉണ്ടാകും. ആ കാരണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് വൈ. റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കാരണം, ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് വൈ. എന്തുകൊണ്ട്? വൈ ആർ യു റണ്ണിങ്? വൈ ആർ യു ക്രൈയിങ്? വൈ ആർ യു ലാഫിങ്? മനസ്സിലായോ? വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. അതിന് പുറകിലുള്ള റീസൺ അറിയുവാനായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് വൈ. പ്ലേസ്. നമ്മൾ ഒരു പ്ലേസ്, അച്ഛൻ എവിടെ പോയി, അമ്മ എവിടെ പോയി എന്ന് ചോദിക്കാറില്ലേ? വേർ ആർ യു? നിങ്ങൾ എവിടെയാണ്? അപ്പോൾ എവിടെയാണ് ഒരു പ്ലേസ് അറിയാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് വേർ. ഇതാരാണ്, അതാരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതാരാണ്, പീപ്പിൾ, ഈ വ്യക്തി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ഹൂ. നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ് എക്സാം? എപ്പോഴാണ് നിങ്ങൾ വരിക? ഒരു ടൈം, എപ്പോഴാണ് ആ ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് വെൻ. ഇതെന്തൊക്കെയാണ്? നമ്മൾ ഒരു സാധനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് വാട്ട്. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, ഹൂ എന്നാൽ ആര്, വേർ എന്നാൽ എവിടെ, വൈ എന്നാൽ എന്തുകൊണ്ട്. മനസ്സിലായല്ലോ? വാട്ട് എന്നാൽ എന്താണ്? എന്ത്, വെൻ എപ്പോൾ, ഹൂ ആര്, വേർ എവിടെ, വൈ എന്തുകൊണ്ട്. അപ്പോൾ മീനിങ് മനസ്സിലായല്ലോ? അതെപ്പോഴൊക്കെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? എന്തറിയാനാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.